മുഅ്മിനാത്തിൽ ഗാഫിലാത്തി, ഇല്ലാത്ത വ്യഭിചാരാരോപണം നടത്തുക 7 വൻ ദോഷമാണ്. അസ്സഹ്റു, അക്കൂട്ടത്തിൽ വ്യഭിചാരത്തെ പറഞ്ഞിട്ടില്ല. വളരെ ചിന്തിക്കണം. അക്കൂട്ടത്തിൽ പറഞ്ഞില്ല. വ്യഭിചാരം വലിയ മോശം തന്നെയാ. അക്കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ല. അക്കൂട്ടത്തിൽ പറഞ്ഞ അശ്ശിർക്കു വസ്സിഹ്റു, പിന്നെന്താ പറഞ്ഞ الشرك بالله والسحر وقتل النفس التي حرم الله إلا بالحق وأكل الربا وأكل مال اليتيم والتولي يوم الزحف وقذف المحصنات المؤمنات الغافلات. 7 വൻകുറ്റങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ വ്യഭിചാരത്തെ അല്ല പറഞ്ഞത്. വ്യഭിചാരം വലിയ കുറ്റാണെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ഈ ഹദീസിൽ പറഞ്ഞത് വ്യഭിചാരമല്ല, പിന്നെയോ വ്യഭിചാര ആരോപണമാണ്. വ്യഭിചാര ആരോപണമാണ്. വളരെ ചിന്തിക്കണം. അറിഞ്ഞാൽ പോലും പറയാൻ പാടില്ല. പറയാം ഹാക്കിമിന്റെ മുന്നിൽ, പറയാം ഹാക്കിമിന്റെ മുന്നിൽ, അല്ലെങ്കിൽ സാക്ഷിയെ തീരുമാനിക്കാൻ. അതിന്റെ മസ്ലഹത്തിന് വേണ്ടി നമ്മൾ നാലാളും കണ്ടല്ലോ, അല്ലെങ്കിൽ 4 കണ്ടിട്ടുണ്ടല്ലോ, അത് ഹാക്കിമിനോട് പറയണം എന്ന് പറയുക എന്നല്ലാതെ സ്ഥിരപ്പെടാത്ത കാലത്തോളം അത് പറയുന്ന ആളുകളെ 80 അടി അടിക്കണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞെന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ നാട്ടിൽ പാടുന്ന പാട്ട് പാടരുത്. എന്നാൽ തമ്മാടിയായ ഒരാൾ തെളിയിക്കപ്പെട്ടാൽ അയാൾ തമ്മാടിയാകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പക്ഷെ എന്ത് വേണം? മാനദണ്ഡങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കണം. സൂറത്തുൽ ഹുജറാത്തിന്റെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് ഏതോ തമ്മാടികൾ പറഞ്ഞുണ്ടാക്കണ നിങ്ങൾ ഏറ്റു പറയാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബൈൻ ഫതബയ്യനു. ഫാസിഖ് എന്ന പരിധിയിൽ ഇന്നത്തെ എല്ലാ പത്രക്കാരും വരും, എല്ലാ ചാനലുകാരും വരും. ഇവരൊക്കെ ഫാസിഖാ. ഇവരൊക്കെ ഫാസിഖീങ്ങൾ തന്നെയാണ്. ഇവരൊക്കെ ഫാസിഖാൻ. ശരഈയായ മാനദണ്ഡം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇവരൊക്കെ ഫാസിഖിന്റെ പരിധിയിൽ വരുന്ന ആളുകൾ തന്നെയാണ്. അത്തരം ആളുകൾ പലരും, എല്ലാരെയും ഞാൻ പറയുന്നില്ല, പലരും ഇതൊക്കെ അടിച്ചുവിടുന്ന ആളുകൾ. ഇത് അടിച്ചുവിടുകയല്ലല്ലോ വേണ്ടത്, ഹാക്കിമിനെ സമീപിക്കുകയല്ലേ. അതുകൊണ്ട് വിശ്വാസികളെ വളരെ ആലോചിക്കണം. വ്യഭിചാരം വളരെ നാശമാണെങ്കിൽ വ്യഭിചാരത്തെ പോലെ വളരെ നാശമാണ് വ്യഭിചാര ആരോപണം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഹബീബായ റസൂലുള്ളാഹി عن ابي هريره رضي الله عنه لا يزني الزاني حين يزني وهو مؤمن. വ്യഭിചരിക്കുന്നവന് വ്യഭിചരിക്കുന്ന നേരത്ത് ഈമാൻ ഉണ്ടാവുകയില്ല. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വ്യഭിചരിക്കുന്നവന് വ്യഭിചരിക്കുന്ന നേരത്ത് ഈമാനില്ല, ഈമാനേ ഇല്ല. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത് ഇമാം ത്വബറാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം അബൂദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇദാ സന, ഒരാൾ വ്യഭിചരിച്ചാൽ ഖറജ മിൻഹുൽ ഈമാൻ, ആണാകട്ടെ പെണ്ണാകട്ടെ, കഅന്ന അലൈഹി കല്ലുല്ല, അതൊരു കൊടയെ പോലെ, ഒരു മിളല്ലത്തിനെ പോലെ, ഒരു മേഘത്തെ പോലെ, ഒരു കൊടയെ പോലെ അവന്റെ മുകളിലേക്ക് കയറി നിൽക്കും ഈമാൻ. അവന്റെ തടിയിൽ നിന്ന് ഉയർന്നു പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം തുബ്രാനി പോർട്ടിലെ ഹദീസ് കാണാം. യാ ബഗായൽ അറബ്, യാ ബഗായൽ അറബ്, യാ ബഗായൽ അറബ്, അറേബ്യൻ വേശ്യകളെ, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അസ്സിന, എനിക്ക് നിങ്ങളിലാകെ പേടിയുള്ളത് വ്യഭിചാരമാണെന്ന് ഖാല റസൂലുള്ളാഹി. അതന്നെയാണ് നിങ്ങൾ നശിപ്പിക്കുക. ഇന്നും അറബികൾ നശിക്കാനുള്ള കാര്യം അതുതന്നെയാണ്. നാം പറയുന്നില്ല. നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന സ്ഥലങ്ങൾ പോലും വ്യഭിചാരത്തിന്റെ കൂത്തരങ്ങാക്കാൻ റമളാൻ മാസത്തിൽ പോലും മടിയില്ലാത്തവരാണ് അറബികൾ. നിങ്ങൾക്കറിയാമോ, ബഹുമാനപ്പെട്ട ഔസുല്ലാഹിനെ പോലെയുള്ള മഹാന്മാരായ മുൻകാലപ്പെട്ട സ്വാലിഹീങ്ങൾ ദീൻ പഠിപ്പിച്ച മണ്ണല്ലേ ബഗ്ദാദ്. ബഗ്ദാദിന്റെ പകുതി ഭാഗവും വേശ്യാലയങ്ങളാണ്. എന്താ അവർക്ക് അതാ പറഞ്ഞാതിരിക്കുക? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മക്കയിലേക്ക് ഞാൻ പറയുന്നില്ല, പുണ്യപ്പെട്ട പല സ്ഥലങ്ങളും, സൗദിയിലുള്ള പുണ്യപ്പെട്ട പല സ്ഥലങ്ങളും വ്യഭിചാരത്തിലേക്ക്, ഗോപ്യമായ വ്യഭിചാരങ്ങൾ ആരും അറിയില്ല, എന്നാൽ എല്ലാവരും അറിയും. തമ്മാടിത്തരത്തിന്റെ വേദിയായാൽ പിന്നെ അല്ലാഹു കാത്തു നിൽക്കുകയില്ല. ഇദാ ലഹറ ഫീ ഖൗമിൻ അസ്സിനാ വൽറിബാ അഹല്ലല്ലാഹു ബിഅൻഫുസിഹിം അദാബഹു. ഒരു നാട്ടിൽ വ്യഭിചാരം വ്യാപകമായാൽ പിന്നെ പരലോകത്തേക്ക് ശിക്ഷ വെക്കുകയില്ല, ഉടനെ ശിക്ഷ അവരിൽ ഇറങ്ങിയിരിക്കുമെന്ന് സ്വഹീഹ് മുസ്ലിം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വിശ്വാസികൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കുക. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശ്വാസികൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കുക. വ്യഭിചാരത്തെക്കാൾ വലിയ ഒരു നാശമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിശാലമായ ഹദീസ് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ രാത്രി വന്നിട്ട് 2 ആളുകൾ സ്വപ്നത്തിൽ കൊണ്ടുപോയി. ഞങ്ങൾ ചെന്നത് ഒരു വലിയ ചൂളയെടുപ്പിലേക്കാ. ചൂളയെടുപ്പിന്റെ മുകൾ ഭാഗത്ത് ഞാൻ ഹദീസ് പറയുന്നു,
അറിയുന്നില്ല. ഫന്തലഖനായില്ല അർളിൻ മുഖദ്ദസിൻ ഇലാ സുബഖിൻ സുഖബിൻ മിസ്ല തന്നൂരി അലാഹു ലൈഖുൻ വാസ്ഫലുഹു വാസിഉൻ യുതവഖദു തഹതഹു നാറ ഫൈദാ ഫീഹി ലഗത്തുൻ വാസ്വാത്തുൻ. ഒരു വലിയ ചൂളയടുപ്പ് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ 3 നാൾ യാത്ര ചെയ്തു. 2 മലക്കുകൾ എന്നെ കൊണ്ടുപോയി. സുൽത്താന്റെ സ്വപ്നങ്ങൾ സത്യങ്ങളാണ്. സ്വഹീഹുൽ ബുഖാരി, ബുഖാരിയാണ് പറയുന്നത്, ഇമാം ബുഖാരിയാണ് പറയുന്നത്. ഞങ്ങൾ പോയി ഒരു പ്രദേശത്തെത്തി. അങ്ങനെ അവിടെ ഒരു വലിയ ചൂളയെടുപ്പുണ്ട്. ആ ചൂളയിൽ ഇങ്ങനെ തീ കത്തിക്കുന്നുണ്ട്. വലിയ ശബ്ദങ്ങളൊക്കെ ഞങ്ങൾ അതിൽ കേട്ടു. ഞാനതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നന്മാരായി നിന്ന് ഈ വലിയ നാശകരമായ ചൂളയിൽ വേകുന്നത് ഞാൻ കണ്ടു. ഉടനെ ആ മുഖറബായ എന്റെ കൂടെയുള്ള മലക്കുകളോട് ചോദിച്ചു, മലക്കുകളെ ആരാണ് ഈ ആളുകൾ? മഹാന്മാരായ മലക്കുകൾ പറഞ്ഞു, വ്യഭിചരിക്കുന്ന ആണുങ്ങളും വ്യഭിചരിക്കുന്ന പെണ്ണുങ്ങളുമാണെന്ന് ഖാല റസൂലുള്ളാഹി. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വിശ്വാസികളെ, നാശം വളരെ അടുത്തിട്ടുണ്ട്, നാശം വളരെ അടുത്തിട്ടുണ്ട്. അങ്ങോട്ടുള്ള പോക്കാണ് ഈ പോകുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങോട്ടുള്ള പോക്കാണ് ഈ പോകുന്നത്. എങ്ങോട്ട്? ഇന്നു തന്നെ തടഞ്ഞിട്ടില്ല എങ്കിൽ, ഇതിന് പരിഹാരമുണ്ടായിട്ടില്ല എങ്കിൽ, അതിലേക്ക് ചേർക്കുന്ന വാതിലുകൾ നമ്മൾ അടച്ചിട്ടില്ല എങ്കിൽ, നമ്മളെ വീടുകളിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ നാശകരമായ വ്യഭിചാരത്തിന്റെ കെടുതികൾ ഉണ്ടാകും. അള്ളാഹു അതിന് വമ്പിച്ച ശിക്ഷ നൽകും. അതുകൊണ്ട് വിശ്വാസികളെ, കാത്തിരിക്കരുത്. മനുഷ്യൻ കഴുതകളെ പോലെ ഇണചേരുന്ന പ്രപഞ്ചത്തിന്റെ ഏറ്റവും പരമാവധിയുള്ള നാശത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് എന്റെ ജീവിതകാലത്ത് ഈ നാശമുണ്ടാകരുത് എന്ന ബോധത്തോടുകൂടെ ഇസ്ലാമിക സേവനം ചെയ്യാനും അതിനുവേണ്ട എല്ലാ ഉപകരണങ്ങളെയും നിയന്ത്രണം ഏർപ്പെടുത്താനും സ്വന്തം ശരീരത്തെ സൂക്ഷിക്കലാണ് ദീന്. മയ്യളുമനുലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന ഫഖദൈഹി ആകിഫിലു ലഹുൽ ജന്ന. രണ്ടെല്ലില്ലാത്ത അവയവം മാന്യമായി പെരുമാറുമെന്ന് എന്നോരൊരാൾ വാക്ക് തന്നാൽ അവൻ അടിസ്ഥാന ഈമാൻ ഉണ്ടായാലും ആകിഫിലു ലഹുൽ ജന്ന, ഞാൻ അവന് സ്വർഗത്തിന് സ്പോൺസർ ആകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ആവശ്യമില്ലാത്ത വ്യഭിചാര ആരോപണങ്ങളും ഉണ്ടായത്തിന് അതിങ്ങനെ കേറ്റുപിടിച്ച് പറഞ്ഞ് ഈമാൻ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകളും അതേപോലെ പ്രകൃതിപരമായ വിരുദ്ധമായ പ്രവർത്തനങ്ങളും ഇതിനൊക്കെ എല്ലാവരും മാറി നിൽക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.